ആ കറങ്ങി വന്നത്. ആ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര. വേറെ എവിടെയും പോകാൻ പറ്റിയില്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലാണ് യാത്ര ചെയ്യുന്നത്. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഈ ഹാർബർ പാലം ഉണ്ടല്ലോ, ഇതിൻ്റെ താഴെ ഒരു ചെയറുണ്ട് ഇരിക്കാൻ പറ്റിയ. ഒരു 10-20 മിനിറ്റൊക്കെ ഇരുന്നിട്ടാണ് പോകാറ്, കാറ്റെ കൊണ്ട് സമാധാനത്തോടെ പോകാറ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇതിന് 2 പേര് ഇരിക്കുന്നത്. എനിക്ക് തോന്നി അവർ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ടീമാണ്, അവരൊന്ന് പരിചയപ്പെടണം, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നു. ഇത്ര സ്മാരകവും കൂടിയാണ് ഈ ഹാർബർ പാലം എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പും ഈ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അത് പറയുന്നില്ല. ഇന്ന് ഇവരുടെ വിശേഷങ്ങളാണ്. ഇതിലെ പാസ് ചെയ്ത് പോകുന്ന ഏതൊരാൾക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ കൂട്ടുകാരൊത്ത് ചിലവഴിക്കണമെന്ന്. പലർക്കും സാധിക്കാറില്ല. വില കൂടിയ കാരണമൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവരെയൊക്കെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ഒരു 10 മിനിറ്റൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് കാറ്റക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷെ പലർക്കും സാധിക്കാറില്ല. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. എന്ത് ചെയ്യണമായിരുന്നു? ഒരുപാട് വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നുണ്ട്. അവർ പറയുന്നതൊന്നും ക്ലിയർ ആണല്ലോ. പിന്നെ നല്ല ശക്തമായ കാറ്റും ഉണ്ട്. അപ്പോൾ ബേബിക്ക് 2 മക്കളാണ്. വിൻസെൻറ്റിന് ഒരാളുള്ളൂ. 2 പേര് വിദേശത്താണെന്നാണ് പറഞ്ഞത്. ബേബി വിൻസെൻറ്റിൻ്റെ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് വൈകുന്നേരങ്ങളിൽ ഇതേപോലെ കറങ്ങി ഇവിടെ വന്നിരുന്ന് കപ്പലിൻ്റെയൊക്കെ തിന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അവർ മടങ്ങുന്നത്. നിത്യേനെ, അതായത് എല്ലാ ദിവസവും വന്നു പോകുന്ന കൂട്ടരാണ്. ഒരു ചെറുപ്പം മുതലുള്ള അയൽവാസികളാണ്, അതുകൂടാതെ ചെറുപ്പം മുതലുള്ള കളിക്കൂട്ടുകാരാണ്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ഒരുപാട് നേരം എന്നോട് സംസാരിച്ച്. അവർക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ യാത്രയിൽ പരിചയപ്പെടാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. അത് അവരോടും ഞാൻ പറഞ്ഞ്. ഇതേപോലെ ഒരുപാട് പേര് എനിക്ക് പരിചയക്കാരുണ്ട്. അത് പ്രായവ്യത്യാസമില്ല, ഒരുപാട് പേര് ഞാനിത് ഈ യാത്രയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരും എൻ്റെ സ്വന്തക്കാരായി മാറി. ഇവരുടെ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ പറ്റിയ അതിയായ സന്തോഷം. മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം. सखावे